നമസ്കാരം. ഞാൻ ഡോക്ടർ അർജുൻ എ, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, നന്മ സ്കിൻ ഇ.എൻ.ടി ആൻഡ് അലർജി സെന്റർ, എടപ്പഴഞ്ഞി, തിരുവനന്തപുരം. സൺസ്ക്രീൻ അവയർനെസ് മന്തിന്റെ ഭാഗമായി ഒരു നല്ല സൺസ്ക്രീൻ എങ്ങനെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആദ്യമായി ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹ്യൂമൻ സേഫ്റ്റി ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നമ്മൾ എൻവയോൺമെന്റൽ സേഫായിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ പുതിയതായി ഒരുപാട് UV ഫിൽട്ടേഴ്സ് ഉള്ള നല്ല സൺസ്ക്രീൻസ് ക്ലിനിക്കലി ടെസ്റ്റഡ് ആയിട്ട് ഡെർമറ്റോളജിക്കൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉണ്ട്. അതുപോലത്തെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. രണ്ടാമതായി, എങ്ങനെയാണ് നമ്മൾ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത്? നമ്മൾ പുറത്ത് അല്ലെങ്കിൽ വെയിലത്ത് ഇറങ്ങുന്നതിന് 15 മുതൽ 20 മിനിറ്റ് മുമ്പേ എങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ മാത്രമേ അത് ഉപയോഗപ്രദമാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എത്ര സൺസ്ക്രീൻ ഉപയോഗിക്കൂ എന്നത് വളരെ പ്രധാനമാണ്. നമ്മളുടെ ഒരു കൈവിരലിൻ്റെ 2 വിരലുകളെങ്കിലും സൺസ്ക്രീൻ എടുക്കുന്നതാണ് നമ്മൾക്ക് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി. അതുപോലെ നമ്മൾ പുറത്ത് അധികനേരം ചിലവിടുകയാണെങ്കിൽ നമ്മളൊരു 3-4 മണിക്കൂർ കൂടുമ്പോൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നമ്മൾ എത്ര സൺസ്ക്രീൻ ഉപയോഗിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. നമ്മൾ മുഖത്തും കഴുത്തിലുമാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയിൻ്റെ ഈ 2 വിരലുകളെങ്കിലും ഉള്ള ക്വാണ്ടിറ്റി എടുത്താൽ മാത്രമേ അത് ഫലപ്രദമാവുകയുള്ളൂ.